ഹായ് ആൻസി, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമ്മുടെ കഥകളുടെ തുടക്കകാലം തൊട്ട് തന്നെ എല്ലാ ചാനലുകളിലെയും എല്ലാ കഥകളും കേൾക്കുകയും എല്ലാ കഥകൾക്കും വളരെ മനോഹരമായി കമൻ്റ് ഇടുകയും നമ്മുടെ ചാനലിലേക്കുള്ള മികച്ച കഥകൾ തിരഞ്ഞെടുത്ത് തരികയും ചെയ്ത് നമ്മുടെ കഥകളോടൊപ്പം സഞ്ചരിച്ചിരുന്ന പ്രിയപ്പെട്ട സഹയാത്രികയാണ് ആൻസി. എന്തായാലും ഇന്ന് ആൻസിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കത്തിജ്വലിക്കുന്ന സൂര്യന് നിലാവ് പരത്തുന്ന അമ്പിളിക്കും മഴ തൂവുന്ന വെൺമേഘങ്ങൾക്കും താഴെ പരന്ന് പന്തലിച്ച് വിശാലമായി കിടക്കുന്ന ഭൂമിയിലേക്ക് ആൻസി പിറന്നു വീണ ദിനമാണിന്ന്. ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവേശ്വരൻ നൽകുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആര്യൻ, രചന അളകനന്ദ ലച്ചു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. അവനൊരിക്കലും എന്നെ സ്നേഹിക്കില്ലേട്ടാ. ഒരു വിതുമ്പലോടെ അവന് നെഞ്ചിൽ പറ്റിച്ചേർന്ന് പറയുന്നവളെ ആകാശ് അടക്കി പിടിച്ചു. അവളുടെ മുടിയിഴകളിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് ആകാശ് മുന്നോട്ട് നടന്നു. നിർത്താതെ ഒഴുകുന്ന കണ്ണുകളോടെ നീറുന്ന ഹൃദയത്തോടെ അപ്പു ആകാശിനൊപ്പം അവിടെ നിന്ന് ഇറങ്ങി. ആ കുട്ടികൾ പോയോ? അവർ കുടിക്കാനായി ചായ എടുത്തുകൊണ്ടുവന്ന രാധിക സംശയത്തോടെ ചോദിച്ചു. പോയി. കണ്ണു നിറച്ചുകൊണ്ടുപോയ ഒരു പെണ്ണിന്റെ മുഖമായിരുന്നു ശിവയുടെ മനസ്സിലപ്പോൾ. അത് കഷ്ടായി പോയല്ലോ, ഒന്ന് പറഞ്ഞുകൂടിയില്ല. രാധിക വല്ലായികയോടെ തിരികെ അകത്തേക്ക് പോയി. കണ്ണിന് മീതെ കൈവച്ചുകൊണ്ടിടയ്ക്കായിരുന്ന കൃഷ്ണയുടെ അരികിലേക്കാണ് ശിവ പിന്നീട് ചെന്ന്. ഏട്ടാ. താൻ വന്ന പോലും അറിയാതെ കിടക്കുന്നവനെ അവൾ വിളിച്ചു. ശിവയുടെ വിളി കേട്ടതും ഒരു ഞെട്ടിലോടെ ചിന്തകളിൽ നിന്ന് അവൻ ഉണർന്നു. കൃഷ്ണയുടെ മുഖത്ത് വല്ലായ്മയും അവന്റെ കൺകോണിൽ താഴേക്ക് ഒഴുകാനെന്ന പോലെ തിളങ്ങിയ നീർക്കണങ്ങളും കണ്ട് ശിവക്ക് അവൻ കരയുകയായിരുന്നു മനസ്സിലായി. ഏട്ടന് അപ്പുവിന് ഇഷ്ടമായിരുന്നോ? അവനരികിലായിരുന്നുകൊണ്ട് അവൾ മെല്ലെ ചോദിച്ചു. അല്ല, ഒരു ചിരിയോടെ പറയുന്നവനെ ശിവ അത്ഭുതത്തോടെ നോക്കി. പിന്നെന്തിനാ ഏട്ടനിങ്ങനെ വിഷമിക്കുന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. മുമ്പ് ഇഷ്ടമായിരുന്നില്ല എന്നാ ഞാൻ പറഞ്ഞു. അത് പറയുമ്പോൾ മാത്രം അവന്റെ മുഖമൊന്ന് തിളങ്ങി. എന്നുവെച്ചാ ഇപ്പോ ഏട്ടനെ അവൾ സ്നേഹിക്കുന്നുണ്ടോ? ശിവയുടെ മുഖം ഗൗരവമുള്ളതായി. എനിക്ക് തന്നെ ശരിക്കും അറിയില്ല ശിവ, ഇപ്പൊ എന്റെ മനസ്സിൽ എന്താണെന്ന്. പക്ഷെ മുമ്പൊരിക്കലും തോന്നാത്തൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് അപർണയോട് തോന്നുന്നുണ്ട്. അത് പ്രണയമാണെന്നൊന്നും എനിക്കെന്നെ വ്യക്തമല്ല. അത് പറയുമ്പോൾ അവന്റെ മിഴികളിലെ തെളിച്ചം ഇപ്പോൾ കൃഷ്ണ അപ്പുവിനെ പ്രണയിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു. അത് ശിവക്ക് മനസ്സിലാവുകയും ചെയ്തു. ഏട്ടനിപ്പോൾ അപ്പുവിനോട് തോന്നുന്നതിന് മറ്റൊരു വ്യാഖ്യാനമൊന്നുമില്ല ഏട്ടാ. അത് പ്രണയം തന്നെയാ. അത് ഈ കണ്ണുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അത് വേണോ? ശിവയുടെ ചോദ്യം കേട്ട് കുട്ടു സംശയത്തോടെ അവളെ നോക്കി. എത്രയൊക്കെ പറഞ്ഞാലും അവൾ ആ സച്ചിയുടെ ആദിയുടെ ചോരയല്ലേ ഏട്ടാ. നമ്മുടെ കുടുംബം തകർത്തവന്റെ മകളല്ലേ. ശിവയുടെ വാക്കുകളിൽ രോഷം നിറഞ്ഞിരുന്നു. ശിവ, സച്ചിയോ ആദിക്ക് അങ്ങനെയാണെന്ന് കരുതി എല്ലാവരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമ്മളോട് ചെയ്തതിലൊന്നും ആകാശിനോ അപ്പുവിനോ ഒന്നും ഒരു പങ്കുമില്ല. അവരതിൽ നിരപരാധികളാണെന്ന് നിനക്കറിയാവുന്നല്ലേ ശിവ. എന്നാലും ഏട്ടാ, എനിക്കിപ്പോൾ അവരോട് പോലും സ്നേഹത്തിൽ പെരുമാറാൻ പറ്റുന്നില്ല. ഉള്ളിൽ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ജീവനറ്റ മുഖങ്ങളാ. പിന്നെ നമ്മുടെ അച്ചുവേട്ട ഇങ്ങനെ ആവാനൊക്കെ ആ ദുഷ്ടനല്ലേ കാരണക്കാരൻ. നിന്നെ പോലെ തന്നെ എനിക്കും അവരെ കൊല്ലാനുള്ള പക തന്നെയാണ് ശിവ ഉള്ളത്. നമ്മളോട് ചെയ്ത ക്രൂരതകൾക്ക് പകരം വീട്ടുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ അതിലൊരു തെറ്റും ചെയ്യാത്തവരെ നമുക്ക് ശിക്ഷിക്കാൻ എങ്ങനെയാ പറ്റുക? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം അച്ഛനും ഏട്ടനും ചെയ്തു കൂട്ടിയൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു തന്നെ അവളല്ലേ. അച്ചുവേട്ടന് അവരുടെ അമ്മ മരുന്ന് നൽകി കൊടുക്കാൻ ശ്രമിച്ചതിൽ നിന്ന് ഏട്ടൻ രക്ഷിക്കാൻ നിനക്ക് പറ്റിയതും ഇതേ അപ്പുവും ആകാശം കാരണമല്ലേ. നമ്മളെ സഹായിക്കല്ലേ അവരിതുവരെ ചെയ്ത്. അപ്പോൾ അവരുടെ അച്ഛൻ ചെയ്ത തെറ്റാരോപിച്ച് അവരെ ക്രൂശിക്കുന്നത് ശരിയല്ല മോളെ. കുട്ടി അവളുടെ നെറുകയിൽ തലോടി. ശിവ അപ്പോഴൊന്നും മിണ്ടിയില്ല. ഏട്ടൻ ഇങ്ങനെ ഈ അവസ്ഥയിലാവാനും ഒരു തരത്തിൽ അവൾ തന്നെയല്ലേ കാരണക്കാരി. അവളെങ്ങനെയാ ഇഷ്ടപ്പെടാൻ പറ്റുന്നേ? ശിവക്ക് അപ്പോഴും മാനസികമായി അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സച്ചിയോടും ആദിയോടുമുള്ള പകയും ദേഷ്യവും അപർണയോടും ആകാശിനോടുമുള്ള വിരോധമായി അവളുടെ ഉള്ളിൽ അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അപ്പുവിനെ സ്നേഹിക്കുന്ന അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് കുട്ടുവിന് മനസ്സിലായി. തന്നെ പിന്തിരിപ്പിക്കാൻ ഓരോ കാരണങ്ങൾ അവളുടെ മനസ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ശിവ, അവൾ എനിക്കൊരു ആപത്ത് വരണമെന്ന് വെച്ച് ചെയ്തല്ല ഇതൊന്നും. ഇനിയും സത്യങ്ങൾ മറച്ചു വെച്ചാൽ അത് കൂടുതൽ ആപത്തിലേക്ക് ചെല്ലുമെന്ന് അറിഞ്ഞുകൊണ്ടാ അപർണ എല്ലാവരോട് തുറന്നു പറഞ്ഞ്. ഒരു നിമിഷം എൻ്റെ ശ്രദ്ധ പോലൊന്ന് പാളിപ്പോയി. അപ്പുവിന് പിന്നാലെ സംശയദൃഷ്ടിയുടെ ആദ്യമുള്ള കാര്യം അവളെ ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് തന്നെ എല്ലാവരും കൂടി ഉപദ്രവിച്ചപ്പോൾ അവൾ കരഞ്ഞ കരച്ചിൽ അതിപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കാൻ ശിവ. നെഞ്ചുപൊട്ടി ആർത്തലച്ച് കരയായിരുന്നു അവള്. എനിക്ക് വേണ്ടി അവളുടെ അച്ഛൻ്റെ കാൽ വീണി ആയിച്ചുകൊണ്ടേയിരുന്നു അവള്. എന്തുമാത്രം ദേവോപദ്രവം ആ പെണ്ണ് അനുഭവിച്ചു എന്നറിയോ? എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നില്ലേ ശിവ. എൻ്റെ ജീവന് വേണ്ടിയായിരുന്നു.
ചങ്ക് പൊട്ടിയവളെ കരഞ്ഞൊക്കെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? ഇനിയും ഞാനതൊക്കെ കണ്ടില്ലെന്ന് വെച്ചാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല ശിവ. കൃഷ്ണജിത്തിന്റെ ശബ്ദം ഇടറിപ്പോയി. അവന് മിഴികൾ ജനലിലൂടെ വിദൂരതയിലേക്ക് നീണ്ടു. പക്ഷെ അപ്പോഴും ശിവയുടെ മനസ്സെളിഞ്ഞില്ല. അത് കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആകാശ് അപ്പുവിനെയും കൊണ്ട് ബീച്ചിലേക്കാണ് പോയത്. അവളെ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിരുത്തി അവൻ അവൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെ ഐസ്ക്രീം വാങ്ങാനായി പോയി. തിരികെ വരുമ്പോൾ അകലെ നിന്ന് അവൻ കണ്ടു അലതല്ലുന്ന തിരകളിൽ തന്നെ മിഴിനട്ട് നിർജീവമായിട്ടിരിക്കുന്നവളെ. കണ്ണുകൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നിപ്പോവും ആ ഇരിപ്പ് കണ്ടാൽ. അത്രമാത്രം മരവിപ്പായിരുന്നു അപ്പുവിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത്. അത് കാണുന്തോറും ആകാശിന് അതിയായ വേദന തോന്നി. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയാണ് കൃഷ്ണജിത്തിനെ കാണാൻ പോകാമെന്ന് അവളോട് പറഞ്ഞതും കൂട്ടിക്കൊണ്ടുപോയതുമില്ല. എന്നിട്ടിപ്പോൾ അത് അതിലും വഷളായതുപോലെയാണ് തോന്നുന്നത്. അപ്പു, ആദ്യം വിളിച്ച വിളി അവൾ കേട്ടതേയില്ല. അപ്പു, രണ്ടാമത് കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു. ചിന്തകളിൽ നിന്നൊരു കുഞ്ഞു ഞെട്ടലോടെയാണ് അവൾ ഉണർന്നത്. മുഖത്താകെ ദുഃഖം തളം കെട്ടി നിൽപ്പാണ്, പക്ഷെ കരയുന്നില്ല. കുറച്ചു മുന്നേ കരഞ്ഞതിന്റെ പാടുകൾ മുഖത്തിപ്പോഴും തെളിഞ്ഞു കാണാം. ഇത് കഴിക്ക്. ആകാശ് കയ്യിൽ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. എനിക്കിപ്പോൾ വേണ്ടായിരുന്നു അക്കുവേട്ടാ, അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞു. ഈ ഐസ്ക്രീമിന് വേണ്ടി കൊതി പറഞ്ഞത് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ തന്നോട് വാശി പിടിച്ച് തന്നെ ഈ ഉന്തിത്തള്ളി ഇവിടെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവൾ. എപ്പോൾ വാങ്ങിക്കൊടുത്താലും കൊതിയോടെ കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ്. അതയാളിപ്പോൾ കാണിക്കുന്ന ഈ വിമുഖത ആകാശിന് അത്ഭുതമായിരുന്നു. കഴിക്കപ്പോ, നിനക്കൊത്തിരി ഇഷ്ടമുള്ളതല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ പോയി വാങ്ങിക്കൊണ്ട് വന്നത്. ആകാശിന്റെ നിർബന്ധത്തിന് അവളത് വാങ്ങി. കയ്യിലൂടെ ഐസ്ക്രീം ഒഴുകിയിറങ്ങുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അല്പം പോലും അവൾ കഴിച്ചില്ല. നീ എന്താ പോ ഇങ്ങനെ? നിനക്ക് സന്തോഷമായിക്കോട്ടെന്ന് കരുതിയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ടിപ്പോൾ അത് മുമ്പത്തേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണല്ലോ നിന്നെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. എനിക്കറിയില്ല കേട്ടാ, കൃഷ്ണയെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഏട്ടനെ അറിയില്ലേ? എൻ്റെ പ്രാണനെ പോലെ അതിലധികം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവനൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ അന്യരോടെന്ന പോലെ പെരുമാറ്റവും വെറുപ്പൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. ആദ്യമായി അവനോടുള്ള സ്നേഹം അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ആ അസ്വസ്ഥതയോടെ തന്നെ അപ്പുവിൻ്റെ മുഖവും വേദനയാൽ ചുരുങ്ങി. എത്ര നാളായി അപ്പു, നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എത്ര നിമിഷങ്ങളാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടും കരഞ്ഞും തീർക്കുന്നെന്ന് അറിയുന്നുണ്ടോ? അതൊരിക്കലും നിന്നെ തിരിച്ച് സ്നേഹിക്കാത്ത ഒരാൾക്കായി. ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ടതും അക്കു പറഞ്ഞു. പക്ഷെ അവസാനം അവൻ പറഞ്ഞ വാക്കിൽ കേട്ട് അപ്പുവിനെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരിക്കലും അപ്പോഴവൻ എന്നെ തിരിച്ച് സ്നേഹിക്കില്ലേ? ആ ചോദ്യം അവളെ ഒരു കൊടുങ്കാറ്റിൽ എന്ന പോലെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഇങ്ങനെ കരഞ്ഞും കാലുപിടിച്ചും വാശി പിടിച്ചും നേടാൻ പറ്റുന്നല്ല അപ്പു ഒരാളുടെ സ്നേഹം. അത് അയാൾക്ക് സ്വമേധയാ നമ്മളോട് തോന്നേണ്ടതല്ലേ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ പുറകെ നടന്ന് പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഒരാത്മാർത്ഥതയും ഉണ്ടാവില്ലടാ. നീ ഒന്ന് മനസ്സിലാക്കുക. അവൻ ജീവനില്ലാത്ത പോലെയുള്ള അവളുടെ മിഴികളിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് പറഞ്ഞു. താൻ ഈ പറയുന്ന വാക്കുകൾ അവളുടെ ഹൃദയത്തെ എത്രമാത്രം നോവിക്കുന്നുണ്ടെന്ന് ആകാശിന് അറിയാമെങ്കിലും അവന് മറ്റു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് വേണമെന്ന ഏട്ടൻ പറയുന്നു? അത് ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ നിയന്ത്രണമില്ലാതെ ചലിച്ചു. സ്വരമിടറി. അരുതാത്ത എന്തോ കേൾക്കാൻ പോകുന്ന പോലെ ഹൃദയം ഉച്ചത്തിൽ തുടിച്ചു. നീ കൃഷ്ണജിത്തിനെ മറന്നളഞ്ഞേക്കപ്പൂ. ആഞ്ഞടിച്ച ആ വലിയ തിരമാലയ്ക്കൊപ്പം ആകാശിന്റെ വാക്കുകൾ അവളിലൊരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു കളഞ്ഞു. അവളെ ഒന്നാകെ തകർത്ത് കളയാൻ പാകത്തിലായിരുന്നു അത്. കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം കോൺ വിറയലോടെ നിലത്ത മണലിൽ അലിഞ്ഞു ചേർന്നു. താൻ പറഞ്ഞ വാക്കുകളുടെ ആഘാതത്തിൽ ചലനമില്ലാതിരിക്കുന്നവളെ ആകാശ് വേദനയോടെ നോക്കിപ്പോയി. ഇപ്പോൾ കുറച്ച് വേദനിച്ചാലും ഇത് അവൾക്ക് ഭാവിയിൽ നല്ലതേ വരുത്തൂ എന്നവൻ ആ നേരം ചിന്തിച്ചു. ഏട്ടൻ എന്താ പറഞ്ഞ്? ഞാൻ അവനെ മറക്കണമെന്നോ? എന്താ ഏട്ടൻ തമാശ അറിയാണോ? കണ്ണീരൊഴുകിയിറങ്ങുന്നുണ്ടെങ്കിലും ചുണ്ടിലൊരു ചിരിയായിരുന്നു അവൾക്ക്, ഭയപ്പെടുത്തുന്ന ഒരു തരം ചിരി. അപ്പോൾ നിന്റെ നല്ലതിനാണ് ഞാൻ പറയുന്നത്. നീ ഒന്ന് മനസ്സിലാക്ക്. അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ കാലം മുതലേ നിനക്ക് പകരം കിട്ടിയത് ഈ സങ്കടങ്ങളും അവഗണനയും വെറുപ്പും മാത്രമാണ്. ഇനി അതേ കിട്ടുകയുള്ളൂ. അപ്പോഴേക്ക് നിന്റെ 1000 ഇരട്ടി നീ വേദനിക്കേണ്ടി വരും, ചങ്ക് പൊട്ടി കരയേണ്ടി വരും. അത് കാണാൻ എനിക്ക് പറ്റാത്തോണ്ടാ. നീ ഇങ്ങനെ ഉരുകി തീർന്നു കണ്ട് സഹിക്കാൻ വയ്യ എനിക്ക്. വേണ്ട അപ്പു, കൃഷ്ണജിത്ത് എന്നൊരു അധ്യായം അതിന് നിന്റെ ലൈഫിൽ വേണ്ട. അവന്റെ വാക്കിൽ തീർത്ത മരവിപ്പിൽ കുരുങ്ങിപ്പോയി. മറുപടി പറയാനാവാതെ ഇരുന്നു പോയി അപ്പു. തൻ്റെ ജീവനും ശ്വാസവും പോലെ താൻ കരുതിയവനെ മറക്കണമെന്നാണ് തൻ്റെ കൂടെ പിറപ്പ് പറയുന്നത്. തനിക്ക് എങ്ങനെ അതിനാവും? ശ്വാസം മുട്ടി മരിച്ചു പോവുകയുള്ളൂ താൻ. അവളുടെ ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കി ആകാശ് അവളെ ചുമലിൽ ചേർത്ത് തന്നോട് അടുപ്പിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിനക്കൊരിക്കലും ഇത് അംഗീകരിക്കാനോ സമ്മതിച്ചു തരാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല അപ്പൂ. പക്ഷെ നീ പതിയൊന്ന് ആലോചിച്ച് നോക്ക്.
സമയമെടുത്ത് നന്നായി തന്നെ ആലോചിക്കുക. നീ ഇങ്ങനെ വേദനിക്കുന്ന കാണാൻ വയ്യാത്തോണ്ടടാ. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇങ്ങനെ സ്വയം നീറി ജീവിതം കളയേണ്ട കാര്യമുണ്ടോ? അതിനൊപ്പം എല്ലാവരോടും നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന എന്നെ കൂടിയാ നീ വേദനിപ്പിക്കുന്നത്. നിന്നെ സ്നേഹിക്കാത്ത ഒരാൾക്കായിട്ട് നിന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ വിഷമിപ്പിക്കണം അപ്പു. ആകാശ് അവന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. എപ്പോഴോ അവന്റെ ഒരു തുള്ളി കണ്ണുനീർ നെറ്റിമേൽ പതിച്ചപ്പോൾ അപ്പുവിന് പൊള്ളുന്ന പോലെ തോന്നി. അവൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. കാതുകളിൽ അപ്പോഴും ആകാശിന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. ഒരു തീരുമാനം എടുക്കാനാവാതെ ആ കടൽ പോലെ ശാന്തമായി തീർന്നു അവളുടെ മനസ്സും. ഉറക്കമുള്ള നിഹയുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് ശാന്തമായി കണ്ണുകൾ അടച്ചുറക്കത്തിലാണ്ട് കിടക്കുന്ന ആര്യന്റെ മുഖത്താണ്. തന്നെ ചേർത്ത് പിടിച്ചാണ് കിടപ്പ്. അവന്റെ നിശ്വാസം തന്നെ നെറുകയിൽ തട്ടുന്നു. ഒതുക്കി വെട്ടിയിരിക്കുന്ന താടി രോമങ്ങളിലൂടെ നിഹമെല്ലെ അവളുടെ വിരലുകളൊന്ന് ചലിപ്പിച്ചു. അത്രയും മൃദുവായി, അവൻ ഉണരാത്ത വിധം. ആ മുഖത്താകമാനം അവളുടെ മിഴികൾ അരഞ്ഞു നടന്നു. വല്ലാത്തൊരു സ്നേഹം തോന്നി ആ നിമിഷങ്ങളിൽ അവൾക്ക് അവനോട്. മുൻപ് തോന്നിയിരുന്ന വാത്സല്യത്തിനുമപ്പുറം പേരറിയാത്ത മറ്റൊരിഷ്ടം. അല്പനേരം ആ മുഖത്തേക്ക് മിഴികൾ നട്ട് അവൾ അങ്ങനെ തന്നെ അവന്റെ ചൂടിൽ കിടന്നു, ഏറെ കൊതിയോടെ. നേടെ ചുണ്ടിൽ അപ്പോഴേക്കും ഒരു പുഞ്ചിരി മിന്നി. എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതെന്തോ തിരികെ കിട്ടിയ സന്തോഷം. അവനിലേക്ക് മിഴികൾ വിടർത്തി നോക്കിയ ആ നേരം തന്നെ ആര്യനും കണ്ണുകൾ തുറന്നു. മുന്നിൽ തന്നെ അത്രയേറെ പ്രണയത്തോടെ നോക്കിക്കിടന്ന ആ മിഴികളിൽ അവന്റെ നോട്ടവും കുരുങ്ങിപ്പോയി. അവന്റെ കവിളിൽ ചുണ്ട് ചേർക്കാൻ ഒരുങ്ങിയ നേരമായിരുന്നു അത്. കൂർപ്പിച്ചു പിടിച്ച അവളുടെ ചുണ്ടുകളിൽ ആര്യൻ പൊടുന്നതിനെ അവന്റെ അത്തരങ്ങൾ ചേർത്തതും നിഹയിലൊരു പിടച്ചിലുണ്ടായി. മുഖം അവളിൽ നിന്ന് അടർത്തി മാറ്റി പെണ്ണിനെ നോക്കിയതും കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നിഹ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അടച്ചു. പക്ഷേ ചൊടികളിലെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. അത് കണ്ട ആര്യന്റെ മുഖത്ത് നിറഞ്ഞ കുസൃതി ചിരിയായിരുന്നു. അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചു വെച്ചവൻ മുമ്പൊന്നും തോന്നാത്തൊരു പിടച്ചിലോടെ അവൾ ആ നെഞ്ചിലേക്ക് അമർന്നുപോയി. അത് മനസ്സിലാക്കിയെന്നോണം ആര്യൻ അവളുടെ കാതിൻ തുമ്പിൽ മെല്ലെ ഉമ്മ വെച്ചുകൊണ്ട് അവന്റെ മുഖം അവളുടെ കവിളിൽ ഉരസി നീക്കി. അവനിൽ നിന്നുള്ള ഓരോ പ്രവൃത്തികളും ജീവിതത്തിൽ ഇന്നോളം പരിചയമില്ലാത്തതായതിനാൽ നിഹയുടെ ഹൃദയം വല്ലാതെ തുടികൊട്ടി. അടഞ്ഞുപോയ മിഴികൾ പിടച്ചിലോടെ തുറന്നുകൊണ്ട് വീണ്ടും മുറുക്കെ അടച്ചു പിടിച്ചു. ആ ശരീരത്തിലെ മൃദുത്വവും വിറയിലും ഉയർന്ന് താഴുന്ന ശ്വാസഗതികളുമൊക്കെ തന്നിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ ആരിനും പുതിയ അനുഭവങ്ങളായിരുന്നു. അവളിൽ നിന്ന് അടർന്നു മാറാനാവാത്ത വിധം എന്തോ തന്നെ അവളിലേക്ക് ബന്ധിക്കുന്നതായി അവന് തോന്നി. ഇനി ഒരിക്കലും തനിക്ക് ഈ ഹൃദയമിടിപ്പിനും ദൂരേക്ക് അകന്നു പോവാൻ കഴിയില്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. എഴുന്നേൽക്കുന്നില്ലേ കിളിക്കുഞ്ഞേ? കാതോരമാ നിശ്വാസം, അവൾക്ക് ഏറെ പ്രിയപ്പെട്ട പതിഞ്ഞ ശബ്ദം. നീ ഒരു ചിണുങ്ങളോടെ മൂളിക്കൊണ്ട് അവനോട് ഒട്ടിക്കിടന്നു. ഇനിയും ഏറെ നേരം അങ്ങനെ തന്നെ കിടക്കാൻ ആര്യന് മോഹമുണ്ടായിരുന്നെങ്കിലും സമയമായിരിക്കുന്നു എന്ന് നിരാശയോടെ ഓർത്തവൻ. എങ്കിലും കുഞ്ഞുകുട്ടികളെ പോലെ തന്നോട് ചേർന്ന് പതുങ്ങിക്കിടക്കുന്നവൾ അടുത്തി മാറ്റാനും വയ്യ. അതെ, എഴുന്നേൽക്കുവേണേ. മുമ്പത്തെ പോലെ ഓർമ്മയും ബോധമൊന്നുമില്ലാത്ത അച്ചുവല്ലേ ഇത്. ഇനി ഇങ്ങനെ കിടന്ന എനിക്ക് എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ തോന്നിയെന്നും വരും. അത് വേണോ? കണ്ണുകളിൽ നിന്നോളം നിഹ കാണാത്ത വിധമുള്ള വശ്യം നിറച്ചു പറയുന്നവനെ അവൾ മിഴികൾ വിടർത്തി നോക്കി. അവന്റെ വാക്കുന്നോട്ടവും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ അവളൊന്ന് വിറച്ചുപോയി. അവന്റെ മുഖത്ത് ശരിയാണെങ്കിലും അവന് താൻ ഉദ്ദേശിക്കുന്നതിലപ്പുറം മറ്റേതോ അർത്ഥമാണുള്ളത്. ആ നോട്ടം താങ്ങാൻ കഴിയുന്നില്ല. ഉമിനീര് വലിച്ചിറക്കിപ്പോയി നിഹ. AC-യുടെ തണുപ്പിലും വിയർക്കുന്നതായി തോന്നി അവൾക്ക്. തന്റെ വാക്കുകളാൽ ചുവന്നുപോയ ആ പെണ്ണിനെ ആര്യനും കൊതിയോടെ നോക്കി. പൊടുന്നതിനെ തന്റെ കഴുത്തിരിക്കിലേക്ക് അവൻ മുഖമടുപ്പിക്കാൻ ഒരുങ്ങിയതും ഒരു കിതപ്പോടെ നിഹ ചാടി എഴുന്നേറ്റ് പോയി. ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ഹൃദയം പൊട്ടിപ്പോവുമെന്ന് അവൾക്ക് തോന്നി. പിടഞ്ഞെഴുന്നേറ്റ് നെഞ്ചിൽ കൈവച്ച് ശ്വാസഗതി നേരെയാക്കുന്നവളെ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ നോക്കി അച്ചു. കയ്യിൽ തലതാങ്ങി അവൻ ചെരിഞ്ഞു കിടന്നു. കിളിക്കുഞ്ഞ്, നീ കുറച്ച് പാടുവിടുമല്ലോ. വല്ലാത്തൊരു ചിരിയോടെ പറയുന്നവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനാവാതെ നിഹ എഴുന്നേറ്റ് പോയി. നമുക്കിന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ? ഒരു സ്വപ്നത്തിലെന്ന പോലെ എഴുന്നേറ്റ് പോകുന്നവൾക്ക് പിന്നാലെ ആ ചോദ്യമെത്തി. യാന്ത്രികമായി തലയാട്ടി നിഹ പോയതും കുറച്ചു മുന്നേ നടന്നതിൻ്റെ ആലസ്യത്തിൽ ചിരിയോടെ അവൾ കിടന്ന ഭാഗത്തേക്ക് ആര്യൻ മുഖമമർത്തി. ആ നടക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ഇരുവരുടെയും ഉള്ളിലൊരു സന്തോഷം നിറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞുള്ള അടുത്ത ദിവസം ഇവിടെ വന്നതും താൻ കരഞ്ഞു പ്രാർത്ഥിച്ചതുമൊക്കെ നിഹയുടെ അടഞ്ഞ മിഴികളിൽ ഒരു തിരശീലയിലെന്ന പോലെ തെളിഞ്ഞു വന്നു. തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ട സന്തോഷമായിരുന്നു അവിടെ ഹൃദയം നിറയെ. അടഞ്ഞ മിഴികളിലൂടെ ഒലിച്ചിറങ്ങുന്ന മിഴിനീരൊപ്പിക്കൊടുത്തവൻ ഒരു ഞെട്ടിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണി ചെമ്മിക്കാട്ടി പ്രദക്ഷിണം വയ്ക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നവൻ. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം അവന്റെ നെറ്റിമേൽ ഭംഗിയിൽ വരച്ചു കൊടുത്തു നിഹ. അവൾക്ക് തിരിച്ച് അച്ചു. എന്തിനാ കരഞ്ഞ്?
മുമ്പേ നടന്നുകൊണ്ട് ആര്യൻ ചോദിച്ചു. ഉത്തരം അറിയാമെങ്കിലും അവളിൽ നിന്ന് കേൾക്കാൻ ഒരാഗ്രഹം തോന്നിയവന്. ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഇവിടേക്ക് വരാൻ എന്തെങ്കിലും കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനെനിക്ക് ഭാഗ്യം തന്നില്ലേ? അതോർത്ത് പറയാതെ കരഞ്ഞു പോയത് അച്ചുവേട്ടാ. അവൾ അത്രയേറെ സന്തോഷത്തോടെ അവൻ്റെ കരം കവർന്ന് ആ തോളോട് ചാഞ്ഞു. ഹൃദയം നിറച്ചൊരു പുഞ്ചിരി അവൻ പകരം കൊടുത്തു. നേരാവൻ പോയത് കേശവന്റെ അടുത്തേക്കാണ്. അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ ആ വലിയ ഇലഞ്ഞി മരച്ചോട്ടിൽ നിൽപ്പുണ്ടവൻ. അല്പാകലിൽ നിന്ന് ആര്യനെ കണ്ട കേശവൻ തുമ്പിക്കൈ ഉയർത്തി അഭിവാദം ചെയ്യുന്നത് ഇന്നൊരു കുഞ്ഞത്ഭുതത്തോടെ നിഹ നോക്കി നിന്നു. മനുഷ്യരെക്കാൾ സ്നേഹിക്കാൻ അറിയാവുന്നതും നന്ദിയുള്ളതും ഇതുപോലെയുള്ള മിണ്ടാ പ്രാണികൾക്കാണെന്ന് അവൾ തോന്നാതിരുന്നില്ല. അത്രമാത്രം സ്നേഹത്തോടെ തുമ്പിക്കൈകൾ കൊണ്ട് അവൻ ഒഴിയുന്ന കേശവനെ നോക്കിക്കൊണ്ട് ഓർത്തവൾ. ആര്യനും കരുതലോടെ അവന്റെ ദേഹമാസകലം തടവുന്നുണ്ട്. ശേഷം നീയുടെ കയ്യിലുണ്ടായിരുന്ന കവർ വാങ്ങി. അതിൽ കേശവന്റെ പതിവുണ്ടായിരുന്നു. 2 പടലപ്പഴവും 2 വലിയുള്ള ശർക്കരയും അവന്റെ തുമ്പിക്കൈയിൽ വെച്ചു കൊടുത്തു ആര്യൻ. നിനക്ക് പേടിയാണ് അവനെ? നീയെ കളിയാക്കിക്കൊണ്ടാണ് ആ ചോദ്യം. എത്ര നല്ല ചോദ്യം! കാണുമ്പോൾ തന്നെ ജീവൻ പോകുന്ന പോലെയുണ്ട്. നീ ആ മനസ്സിലോർത്തുകൊണ്ട് അതേന്ന് തലയാട്ടി. എന്തിനാ പേടിക്കുന്നേ? അവനൊന്നും ചെയ്യില്ല. വാ, ഞാനവനെ പുറത്തേറ്റാം. ആര്യൻ ഇരുകൈ നീട്ടി നീയുടെ അടുത്തേക്ക് വന്നു. അവൾ വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ആര്യൻ കേശവനോട് യാത്ര പറഞ്ഞ് ചിരിയോടെ നിഹ പോയ വഴിയെ നടന്നു. മുന്നേ വന്ന നിഹയ്ക്ക് പിന്നിൽ കണ്ട കാഴ്ച ജയന്തിയുടെ ഉള്ളിൽ നിറക്കുന്നതായിരുന്നു. കറുത്ത നിറത്തിലുള്ള ഷർട്ടും അതിനൊത്ത കരയിലെ മുണ്ടുമായിരുന്നു അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു. പതിപോലെ മുണ്ടിന്റെ ഒരു അല്പം മടക്കി വലങ്കയാൽ മുകളിലേക്ക് പിടിച്ചുകൊണ്ട് കയറി വരുന്നവനെ കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞുപോയി. മനസ്സ് കൈവിട്ട ആര്യനെ ആയിരുന്നില്ല അവർ കണ്ടത്. ആ നിമിഷം അവൻ കൗസ്തുഭത്തിലെ ആ പഴയ ആര്യനായിരുന്നു. ആ മുഖത്തെ ഗൗരവത്തിനൊപ്പം തെളിഞ്ഞു നിൽക്കുന്നവന്റെ പുഞ്ചിരി അവർക്ക് തന്റെ പഴയ പൂർണ്ണ ആരോഗ്യവാനായ മകനെ ഓർമ്മപ്പെടുത്തി കൊടുത്തു. തന്നെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന അമ്മയെ കണ്ട് അവന്റെ ഹൃദയവും നീറി. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നേ പറ്റൂ, അവൻ ഓർത്തു. അപ്പുവിന്റെ ഈ വിഷമാവസ്ഥക്ക് മാറ്റം വരുത്താൻ ആകാശ് അവനെ കൊണ്ട് ആവും വിധം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു പരിധിവരെ അവനതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ചടഞ്ഞു പിടിച്ച മുറിക്കുള്ളിരുന്നവൾ ഇപ്പോൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് അതിൽ എൻഗേജ് ആവാൻ തുടങ്ങിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.